സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ഗോമതിയുടെ പിറന്നാള് മറക്കണ്. ആ സമയത്ത് തന്നെ എല്ലാരും കൂടെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു സഭ, ഇന്നാർക്കും ജോലിക്കും കടയിലൊന്നും പോണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അച്ഛൻ മറന്നു എന്നുള്ള കാര്യം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഗോമതി പറയുന്നുണ്ട്, അല്ല ഇവർക്ക് ഇന്ന് ഭക്ഷണം രാവിലെ ദോശയോ ഇഡ്ഡലിയോ പൂരിയോ എന്താ വേണ്ടതെന്ന് ചോദിക്കായിരുന്നു എന്ന് പറയുന്നു. അതെന്താ നീ ഇവർക്ക് എന്നും ലിസ്റ്റ് എടുത്തിട്ടാണോ ഉണ്ടാക്കി കൊടുക്കാറ് എന്ന് വെച്ചപ്പോ അല്ല, എന്നാ നീ നിന്റെ കാര്യം അന്വേഷിച്ച് പോ എന്ന് പറഞ്ഞ് ബാലൻ കോമതിനെ അടുക്കളയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വിഷമാവുന്നുണ്ട്, അച്ഛൻ മനഃപൂർവ്വം മറന്നതാണ്. പിന്നാലെ ചെന്ന് ആര്യൻ കോമതിനെ പരിഹസിക്കുന്നുണ്ട്. എന്താണ് രാജകുമാരനെ പോലെയാണ് വളർത്തണത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ പിറന്നാൾ പോലും മറന്നല്ലോ, നാണമില്ലല്ലോ അമ്മയ്ക്ക് അച്ഛൻ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ, അമ്മ കാണിക്കുന്ന സ്നേഹമൊന്നും അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ആര്യൻ. അതിനുശേഷം ഗോമതിയുടെ കരച്ചിൽ കണ്ടപ്പോ ധർമ്മന് വിഷമാവുണ്ട്. ധർമ്മൻ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ചെന്ന് പറയട്ടെ ചേട്ടനോട് ഇന്ന് പിറന്നാൾ വന്നപ്പോൾ, വേണ്ട ആരും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാരും നിങ്ങളുടെ കാര്യം അന്വേഷിച്ചു പോ, എനിക്കിവിടെ വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് എല്ലാരെയും മാറ്റി ഓടിക്കുന്നുണ്ട് ഗോമതി. പിന്നെ കാണിക്കുന്നത് കടയിൽ ധർമ്മൻ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു മനസാക്ഷി ഇല്ലല്ലോ, ഒന്ന് എന്റെ ചേച്ചിയുടെ പിറന്നാളായിട്ട് ഒന്ന് വിഷ് ചെയ്യേ, ഒരു 50 പൈസ നാരങ്ങ മിഠായി മേടിച്ചു കൊടുത്താലും മതിയില്ലേ ബാല എന്ന് നമ്മുടെ കൃഷ്ണേട്ടനും ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാരും പരസ്പരം ഇങ്ങനെ കുറ്റം പറയുന്നല്ലാണ്ട് നമ്മുടെ ബാലൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടാ. സോറി, കൃഷ്ണേട്ടൻ അല്ല കേട്ടാ, രാമേട്ടനാണ്. എന്തായാലും ചേട്ടന്റെ കൂടെ അളിയന്റെ കൂടെ പോകുന്നതല്ലേ രാജകുമാരനെ പോലെ കഴിഞ്ഞ ചേച്ചിക്ക് ഇപ്പൊ ഒരു പിറന്നാൾ പോലും വിഷ് ചെയ്യാൻ പറ്റണി മറന്നു പോയല്ലേ. ആ ചേച്ചി, എന്റെ ചേച്ചിനെ കരച്ച് വിഷമം കണ്ടിട്ടുണ്ട് ഞാനിതൊക്കെ പറഞ്ഞേന്ന് പറഞ്ഞിട്ടും ഇനിയിപ്പോ അതും പറഞ്ഞിട്ട് തുണിക്കടയിൽ പോയി കഴിഞ്ഞിട്ട് വില കുറവിന്റെ ഒരു സാരി ഒന്നും എടുത്തു കൊടുക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കാശ് പോകൂലേ, കാശ് പോയാൽ എങ്ങനെ ശരിയാവണം, കണ്ട സ്വത്തൊക്കെ ദൂർത്തടിക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ധർമ്മൻ വീണ്ടും വീണ്ടും കുത്തുന്നുണ്ട്. എന്തായാലും ബാലൻ തിരിച്ചൊരു മറുപടി കൊടുക്കുന്നില്ല. പിന്നെ ഒരു തമിഴൻ അങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. ആ തമിഴനോട് അപ്പൊ ബാലൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ടോ വരുന്നത്, എന്നോട് ഞാൻ രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ, സോറി ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് നെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ ഒത്തിരി വൈകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. കാഞ്ചീപുരം പട്ടായിരുന്നു അത് ഗോമതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ എത്ര രൂപയായിരുന്നു ധർമ്മൻ പിന്നാലെ ചെന്ന് അയാളോട് ചോദിക്കുമ്പോൾ 25,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ധർമ്മന്റെ കണ്ണ് ഇങ്ങനെ മഞ്ഞളിക്കുന്നുണ്ട്. 25,000 രൂപയ്ക്ക് അളിയൻ ഇതൊക്കെ വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചു വീണ്ടും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം രാമേനോട് പറയുന്നത്, രാമേട്ടൻ ഞാൻ പോയിട്ട് വരാം, ഗോമതിക്ക് ഇത് കൊണ്ടുകൊടുക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് വിഷമാവും എന്ന് പറയുന്നുണ്ട്. ഇതേസമയം തന്നെ വീട്ടിൽ ഗോമതി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കരയായിരിക്കുള്ളൂ. ആ സമയത്ത് മൂത്ത മകൾ വിളിക്കുന്നുണ്ട്, അനൂജ, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചതാണ്. അപ്പൊ എന്തായാലും വിഷമം കൂടുണ്ട്. അങ്ങനെ ഭയങ്കര കരച്ചിലാവും മോളോട്. അപ്പൊ എന്താന്ന് നോക്കുമ്പോൾ, നിന്റെ അച്ഛൻ എന്നെ ഒന്ന് വിഷ് ചെയ്യാൻ പോലും നേരം ഉണ്ടായില്ല, എനിക്കൊന്നും വാങ്ങി തരണ്ട, എന്നാലും സന്തോഷത്തോടെ ഒരു കപ്പലിന് മിഠായി വാങ്ങി തന്നാലും എനിക്കത് മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ മോള് പറയുന്നുണ്ട്, എന്തെങ്കിലും തിരക്ക് കാരണം മറന്നതാവും അമ്മ, അമ്മ വിഷമിക്കണ്ട, ഞാൻ അച്ഛനോട് വിളിച്ചു പറയാന്ന് പറഞ്ഞപ്പോൾ, എനിക്കൊന്നും ഒരാളും വിളിച്ചു പറയണ്ടേ, എന്നാ അമ്മയ്ക്ക് ഞാൻ നാളെ ഒരു ഗിഫ്റ്റ് ആയി അങ്ങോട്ട് വരാന്ന് പറയുമ്പോ, കുളിരുമ്പോ ഈ കമ്പിളി വേണ്ടത്, അല്ലാണ്ട് ഇപ്പോഴല്ല, നീ വെച്ചേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കോണിമ്പെല്ല് അടിക്കുന്നുണ്ട്. ആരോ വന്നു നീ വെച്ചോ എന്ന് പറഞ്ഞ് അകത്ത് നിന്ന് പുറത്ത് വാതിൽ തുറക്കാൻ പോകുമ്പോ ബാലനായിരിക്കും. ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ചപ്പോ, ഒന്നുമില്ല, എന്താ ബാലേട്ടൻ ഈ സമയത്ത് നോക്കുമ്പോ, നിന്നെ കാണാൻ വന്നെന്ന് പറയുന്നു. കണ്ടില്ലേ, എന്നാ പൊക്കോ എന്ന് പറയുമ്പോ, അങ്ങനെ പോവാൻ വന്നതല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പട്ടുസാരി എടുത്ത് കഴിഞ്ഞിട്ട് ഗോമതിയുടെ തോളിലൂടെ ഇട്ട് കൊടുക്കും. ഇത് കിട്ടാൻ വൈകിയത് കൊണ്ടിട്ട് നിന്നെ ഞാൻ വിഷ് ചെയ്യാഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് ഒരാഴ്ചയായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോ ഗോമതിക്ക് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. വിഷ് ചെയ്താൽ പോരായിരുന്നോ, ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ, വലിയ സാരിയോ മാലയോ ആഭരണങ്ങളോ ഒന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊരു സന്തോഷം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയുന്നുണ്ട്. അറിയാം, നമുക്ക് ഇന്ന് അമ്പലത്തിലൊക്കെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പിന്നെ മോളെ ആരെയും കൂട്ടണ്ട, നമുക്ക് രണ്ടാക്കും മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി അമ്പലത്തിൽ പോയി. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഗോമതി പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ടാങ്ങളന്മാരും അവിടെ ഉണ്ടാവും. പറയുന്നിങ്ങനെ, ഗോമതി മകൻ നക്ഷത്രം എന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ടാണ് ഗോമതി അങ്ങോട്ട് ചെല്ലണത്. ഗോമതി അങ്ങോട്ട് ഞെട്ടി ധരിച്ചിങ്ങനെ നിൽക്കണ്. ആങ്ങളന്മാര് തന്നെയാണോ എന്ന് വരെ സംശയം തോന്നി.
അപ്പൊ മകൻ പിറന്ന മങ്കയാണെങ്കിൽ ആ വീട് ഐശ്വര്യം കൊണ്ട് നിറയുമല്ലോ. വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ. എന്നാ ഭർത്താവിന്റെയും മക്കളുടെയും പേര് പറയാൻ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട്, ഭർത്താവിന്റെ മക്കളുടെ പേരൊന്നും വേണ്ട, ഞങ്ങൾ അർച്ചന കഴിക്കാൻ വന്നത് അവളുടെ പേരിലാണ്, അത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് പൂജാരിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. വീണ്ടും ഗോമതി ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകണ്. അവൾ ഇന്ന് നമ്മളെ വീട്ടിലായിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം ആഘോഷങ്ങൾ ഉണ്ടായേനെ, അവൾ അവന്റെ കൂടെ പോയത് കൊണ്ടല്ലേ, അവൾക്ക് അറിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ അവനെ കൊല്ലാതെ വിട്ടത്, അവന്റെ അഹങ്കാരം കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞാലേ ഞങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കും. ആ സമയത്ത് പറയുന്നുണ്ട്, മിണ്ടാണ്ടിക്കട, അമ്പലത്തിൽ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അവര് പ്രസാദമൊക്കെ മേടിച്ച് രണ്ട് ചേട്ടനും അനിയനും കൂടെ അമ്പലത്തറയിൽ ഇരുന്നായിട്ട് പ്രസാദം കഴിക്കുന്നുണ്ട്. ബാലനും ദേവിയും ബാലനും ഗോമതിയും കൂടെ പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ച് തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് ഇവരെ കണ്ടപ്പോ വീണ്ടും ആങ്ങളമാരിങ്ങനെ പരിഹസിക്കുന്നു. ഉള്ളിലെ സ്നേഹം മറച്ചു വെച്ച് കഴിഞ്ഞിട്ട് പരിഹസിക്കുന്നു ചെയ്യുന്നേട്ടാ. ഇത് പറയുന്നുണ്ട് ഇങ്ങനെ, സ്വന്തം ഭാര്യയുടെ പിറന്നാളായിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള വക പോലും ഇല്ല, അമ്പലത്തിൽ അന്നദാനം ഉണ്ണാൻ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോ ബാലൻ അവരെ ചോദിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഗോമതി തടയുന്നുണ്ട്, വേണ്ട, നമ്മളോടല്ല പറയണേന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചാൽ മതി, നിന്നാ മതി, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഗോമതിയുടെ ചുറ്റും നിന്നിട്ട്, ഗോമതി പുതിയ സാരിയാണോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ, ഇതെനിക്ക് ബാലേട്ടൻ വാങ്ങിത്തന്നു, കാഞ്ചീപുരം പട്ടണ് 25,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്രയും രൂപയുടെ വിലയുള്ള സാരിയൊക്കെ ഭർത്താക്കന്മാർ ഇപ്പോഴത്തെ കാലത്ത് ഭാര്യമാർക്ക് മേടിച്ചു കൊടുക്കുമോ, നിന്റെ ഭാഗ്യം ബാലേട്ടനെ വിവാഹം കഴിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ബാലൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഗോമതിക്കും. അതിനുശേഷം അവർ പോയതിനു ശേഷം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ 25,000 രൂപയുടെ പട്ടുസാരി എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ, അതിനെന്താ പറഞ്ഞാല് ഞാനും നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കണേന്ന് അവർ അറിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി വളരെ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.